താങ്കൾ രൂപീകരിച്ചൊരു ഫേക്കായ സബ്സിഡി അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ സന്തോഷമാണല്ലേ? സന്തോഷം. പക്ഷെ ഞാന് ഇതൊക്കെ യൂട്യൂബിലെ വീഡിയോ എന്നെ കാണിക്കുന്നത് ദീപു കരുണാകരനാണ്. ഞാനത് വീണ്ടും വീണ്ടും ഇരുന്ന് കണ്ട് ഞാനും എന്റെ ഭാര്യ കൂടെ നിർത്താതെ ചിരിച്ചിട്ടുണ്ട്. കാരണം അതിലൊരു ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉണ്ട് കേട്ടോ. അത് വളരെ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് താങ്കൾ നന്നായി ഫോളോ ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഫുട്ടേജ് ഒക്കെ എടുത്ത് ഒരു ഭയങ്കര ഒരു ക്രിയേറ്റീവ് ബ്രെയിൻ അതിന്റെ പുറകിലുണ്ട്. എന്നെ പരാമർശിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയാണ് അത് സൃഷ്ടിച്ച് അത് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുകയാണ്, ഒന്നുകിൽ അയാൾക്ക് ജോലിയൊന്നും ഇല്ലായിരിക്കും, അതല്ലെങ്കിൽ അയാൾക്കുള്ളൊരു ജോലി മാറ്റിവെച്ച് ഞാനെന്ന വ്യക്തിയെ പരാമർശിക്കാൻ വേണ്ടി ഇത്രയും സമയം അയാൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഞാൻ അയാൾക്ക് മുന്നിൽ കൈകൂട്ടുന്നു. കാരണം അത്ര വലിയ പ്രസക്തി ഒന്നും എനിക്കുണ്ടെന്ന് ഞാൻ തന്നെ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു സമൂഹം പൃഥ്വിരാജിനെ ക്രിട്ടിസൈസ് ചെയ്യാനും പരാമർശിക്കാനും വിമർശിക്കാനും ഒക്കെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പോലും അറിയാത്തൊരു പ്രാധാന്യം എനിക്കുണ്ട് എന്ന് ഇവരൊക്കെ പറഞ്ഞു തരികയാണ്. അതെന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ എനിക്ക് എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആക്കം കൂടും. ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു സമയം എന്തിനൊന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ചെയ്യും? ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം എന്ത് പറഞ്ഞാലും ദുർവ്യാഖ്യാനിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു എന്നെ പോലെ ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു മിസ്ഫോർച്യൂൺസിൽ ഒന്നാണ്.